നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. 17ാം നൂറ്റാണ്ടിലെ ഇറ്റലി. ഉം, വിറ്റർബോയ് എന്ന ചെറിയ നഗരത്തിലെ ഒരു വീട്. ഉം. അവിടെ ഒരു യുവതി. തീർത്തും ദരിദ്രരായ കുറച്ചു പെൺകുട്ടികളെ ഒരുമിച്ചിരുത്തി അക്ഷരങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആ വീടിനു നേരെ മൂർച്ചയേറിയ അമ്പുകൾ പാഞ്ഞുവരുന്നത്. വാവ്, ശരിക്കും ഭയപ്പെടുത്തുന്നൊരവസ്ഥ. അതെ, കുട്ടികൾ ഭയന്നു നിലവിളിക്കുകയാണ്. അതുമാത്രമല്ല, അവർ പഠിപ്പിക്കുന്ന ആ വീടിന്റെ ഒരു ഭാഗത്തിന് ചിലർ തീ വയ്ക്കുകയും ചെയ്യുന്നു. ഓഹോ. ഒരു കൊടും കുറ്റവാളിയോടോ അല്ലെങ്കിൽ വലിയൊരു രാജ്യദ്രോഹിയോടോ ചെയ്യുന്നതുപോലെ ഈ ക്രൂരമായ ആക്രമണം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ആ ഉത്തരം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും. തീർച്ചയായും. ആ യുവതി ചെയ്ത ഒരേയൊരു തെറ്റെന്താണെന്നറിയാമോ? സാധാരണക്കാരായ പെൺകുട്ടികൾക്ക് വായിക്കാനും എഴുതാനും പഠിപ്പിച്ചു എന്നത് മാത്രമായിരുന്നു. കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കിതൊരു കെട്ടുകഥയാണെന്ന് തോന്നാം. കാരണം എന്താ പറയുക, ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്നത് ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന അവകാശമാണല്ലോ. അതെ അതെ. അതെ. എന്നാൽ 17ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, സാധാരണക്കാരായ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നത് സമൂഹത്തെ കീഴ്മേൽ മറിക്കുന്നൊരു വലിയ വിപ്ലവമായാണ് അധികാരികൾ കണ്ടിരുന്നത്. ശരിയാണ്. അറിവ് നൽകുന്നത് തങ്ങളുടെ അധികാരം നഷ്ടപ്പെടുത്തുമോ എന്ന അന്നത്തെ സമൂഹത്തിന്റെ ഭയമാണ് ആ അമ്പുകളിലൂടെയും തീവയ്പ്പുകളുടെയും പുറത്തുവന്നത്. അപ്പോൾ നമ്മളിന്ന് പരിശോധിക്കുന്ന ഈ ചരിത്രരേഖകൾ, അതായത് ജീവചരിത്രങ്ങൾ, വത്തിക്കാൻ രേഖകളൊക്കെ നമ്മോട് പറയുന്നത് കേവലം കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിന്റെ കഥ മാത്രമല്ല. അതെ. വ്യക്തിപരമായ നിരവധി ദുരന്തങ്ങൾ ഒരു സ്ത്രീയെ തളർത്തുന്നതിന് പകരം അതൊരു വലിയ വിപ്ലവമായി മാറിയത് എങ്ങനെയാണെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഈ രേഖകളിലൂടെ നാം ഇന്ന് അന്വേഷിക്കുന്നത് കത്തോലിക്ക സഭയെയും സ്ത്രീ വിദ്യാഭ്യാസത്തെയും മാറ്റിമറിച്ച വിശുദ്ധ റോസ വെനറീനിയുടെ സമ്പൂർണ്ണ ചരിത്രമാണ്. വളരെ ശ്രദ്ധേയമായൊരു ജീവിതമാണ് അവരുടേത്. അതെ. ഈ കഥ തുടങ്ങുന്നത് ഇറ്റലിയിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് കേട്ടോ. റോസ ജനിക്കുന്നത് പട്ടിണിയോ പരിവട്ടമോ ഉള്ള ഒരു ചുറ്റുപാടിലല്ല. അല്ലല്ല. 1656 ഫെബ്രുവരി 9 അവർ ജനിക്കുന്നത്. പിതാവ് ഗോഫ്രേഡോ അവിടുത്തെ വളരെ പ്രശസ്തനായൊരു ഡോക്ടറായിരുന്നു. അമ്മ മാർസിയ സാമ്പിച്ചേറ്റിയാകട്ടെ ആ നാട്ടിലെ തന്നെ ഒരു കുലീന കുടുംബത്തിലെ അംഗവും. അതായത് അക്കാലത്തെ യൂറോപ്യൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ജീവിത സാഹചര്യങ്ങളായിരുന്നു റോസയ്ക്കുണ്ടായിരുന്നതല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. സമൂഹത്തിലെ ഉയർന്ന ശ്രേണിയിലുള്ള കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് മാത്രം ലഭിച്ചിരുന്ന പരമ്പരാഗതമായ ഗാർഹിക വിദ്യാഭ്യാസം അവൾക്ക് കിട്ടിയിരുന്നു. 7ാം വയസ്സിൽ തന്നെ ദൈവത്തിനായി ജീവിതം സമർപ്പിക്കാൻ റോസ തീരുമാനിച്ചിരുന്നു. ഓഹോ. എന്നാൽ അക്കാലത്തെ സ്ത്രീകളുടെ മുന്നിൽ ജീവിതത്തിൽ പ്രധാനമായും 2 വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നൊരു വിവാഹം കഴിച്ച് ഒരു നല്ല കുടുംബിനിയായി മാറുക, അല്ലെങ്കിൽ സമ്പന്നമായ ഏതെങ്കിലും മഠത്തിൽ ചേർന്ന് സന്യാസ ജീവിതം നയിക്കുക. ഇത് രണ്ടുമല്ലാതെ സ്വന്തമായൊരു സ്വത്വം കണ്ടെത്തുക എന്നത്, എന്താ പറയുക, അക്കാലത്തെ സ്ത്രീകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. ശരിയാണ്. ഈ 2 വ്യവസ്ഥിതികൾക്കിടയിലൂടെയുള്ള ഒരു സുരക്ഷിത യാത്രയായിരുന്നു തുടക്കത്തിൽ അവളുടെ ജീവിതം. എന്നാൽ അവിടെയാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ഈ പ്രിവിലേജുകൾക്കിടയിലും അവളുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ ഒരു കൊടുങ്കാറ്റുപോലെ കടന്നുവരികയാണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. 1676 വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന പ്രതിശ്രുതവരൻ അപ്രതീക്ഷിതമായി മരിക്കുന്നു. ആ ആഘാതത്തിൽ അവൾ ഡൊമിനിക്കൻ മഠത്തിലേക്ക് സന്യാസത്തിനായി പോയെങ്കിലും അധികം വൈകാതെ പിതാവ് മരിക്കുന്നു. അതെ. അച്ഛന്റെ മരണത്തോടെ ഒറ്റപ്പെട്ട അമ്മയെ നോക്കാൻ അവൾക്ക് മഠത്തിൽ നിന്നും തിരികെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. അവിടെയും തീർന്നില്ലല്ലോ ദുരന്തങ്ങൾ. ഇല്ല. കുറച്ചുനാളുകൾക്കുള്ളിൽ അമ്മയും മരിക്കുന്നു. പിന്നാലെ അവളുടെ 27 വയസ്സുകാരനായ സഹോദരൻ ഡൊമിനിക്കോയും മരിക്കുന്നു. വാവ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം അവൾക്ക് നഷ്ടപ്പെടുകയാണ്. സാധാരണഗതിയിൽ ഏതൊരാളും പൂർണ്ണമായും തകർന്നു പോകുന്നൊരു സാഹചര്യമാണിത്. സാമ്പത്തികമായി ഭദ്രതയുണ്ടായിരുന്നെങ്കിൽ പോലും മാനസികമായി അവൾ തികച്ചും ഒറ്റപ്പെട്ടു. ശരിക്കും. വിവാഹം, സന്യാസം, കുടുംബം എന്നിങ്ങനെ സ്ത്രീക്ക് സമൂഹം കൽപ്പിച്ചു നൽകിയ എല്ലാ സുരക്ഷിതത്വവും അവൾക്ക് നഷ്ടപ്പെട്ടു. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൾ വലിച്ചെറിയപ്പെട്ടു. ഈയൊരവസ്ഥയെ എനിക്ക്, എന്താ പറയാ, അടഞ്ഞുപോകുന്ന വാതിലുകളോട് ഉപമിക്കാനാണ് തോന്നുന്നത്. എങ്ങനെയാണ്? അതെ. അതായത് താൻ സ്വന്തം വഴി കണ്ടെത്തിയെന്ന് റോസ കരുതുമ്പോഴെല്ലാം ഓരോ ദുരന്തങ്ങൾ വന്ന് ആ വാതിലുകൾ കൊട്ടിയടക്കിയായിരുന്നു. പ്രതിശ്രുതവരൻ മരിക്കുന്നു, ഒരു വാതിലടഞ്ഞു. മഠത്തിൽ പോയി അച്ഛൻ മരിച്ചപ്പോൾ ആ വാതിലും അടഞ്ഞു. അതെ, ശരിയാണ്.
ഈ തുടർച്ചയായ നഷ്ടങ്ങൾ അവളെ തളർത്തുന്നതിന് പകരം അവളുടെ ലോകവീക്ഷണത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? അതൊരു വലിയ ചോദ്യമല്ലേ? അങ്ങനെയാണ് 1684-ൽ ആ സുപ്രധാന സംഭവത്തിലേക്ക് അവളെത്തുന്നത്. ആഹാ, ആ ജപമാല പ്രാർത്ഥനയുടെ കാര്യം. അതെ, റോസ തന്റെ അയൽപ്പക്കത്തെ ദരിദ്രരായ സ്ത്രീകളെയും പെൺകുട്ടികളെയും സ്വന്തം വീട്ടിൽ വിളിച്ച് പ്രാർത്ഥനകൾ ആരംഭിച്ചു. എന്നാൽ അവിടെ വെച്ച് അവൾ കണ്ട കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. എന്തായിരുന്നു അത്? അവർക്ക് കേവലം പ്രാർത്ഥനകൾ അറിയാത്തത് മാത്രമല്ല അവളെ അമ്പരപ്പിച്ചത്. അവരുടെ ആത്മീയവും സാംസ്കാരികവുമായ വലിയ അറിവില്ലായ്മയായിരുന്നു. അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുപോലുമില്ലായിരുന്നു. പക്ഷേ എനിക്കിവിടെ ഒരു വിയോജിപ്പ് ഉന്നയിക്കേണ്ടതുണ്ട്. പറയൂ. 17-ാം നൂറ്റാണ്ടിലെ ആ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഒരു സമ്പന്നയായ യുവതി തന്റെ വലിയ വീട്ടിലേക്ക് കുറച്ച് പാവപ്പെട്ട സ്ത്രീകളെ വിളിച്ച് പ്രാർത്ഥനകൾ നടത്തുകയോ അവർക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുന്നത് അക്കാലത്തെ ഉയർന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് ഒരു സാധാരണ നേരംപോക്ക് മാത്രമായിരുന്നില്ലേ? ഒരു പരിധിവരെ അതെ. സമയം ചിലവഴിക്കാനുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം. കുറച്ചു പണം നൽകിയോ ഭക്ഷണം നൽകിയോ ഈ പാവപ്പെട്ട സ്ത്രീകളെ സഹായിക്കാൻ റോസയ്ക്ക് കഴിയുമായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി സ്വന്തം സൽപ്പേരുപോലും പണയം വെച്ച് കേവലം മതപഠനത്തിനപ്പുറം അവർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ അവൾ എന്തിനാണ് തീരുമാനിച്ചത്? വളരെ നല്ലൊരു ചോദ്യമാണിത്. അവിടെയാണ് ഈ അറിവില്ലായ്മ വെറുമൊരു യാദൃച്ഛികതയല്ല എന്ന് റോസ തിരിച്ചറിയുന്നത്. അതൊരു ബോധപൂർവമായ സാമൂഹിക സൃഷ്ടിയായിരുന്നു. നിരക്ഷരരായ മനുഷ്യരെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാമെന്നതുകൊണ്ട് സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ അക്കാലത്തെ ഭരണകൂടങ്ങൾക്കും സമ്പന്നർക്കും തീരെ താൽപ്പര്യമില്ലായിരുന്നു. ശരിയാണ്. ഈ സ്ത്രീകളോട് സംസാരിച്ചപ്പോൾ റോസയ്ക്ക് മനസ്സിലായത് അവരുടെ സാമ്പത്തിക ദാരിദ്ര്യത്തെക്കാൾ വലുതാണ് അവരുടെ ബൗദ്ധികമായ ദാരിദ്ര്യമെന്നാണ്. താൻ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് പോലും അറിയാതെ മറ്റാരോ പറയുന്ന കാര്യങ്ങൾ വെറുതെ ഏറ്റുചൊല്ലുന്ന യന്ത്രങ്ങളെപ്പോലെയായിരുന്നു ആ സ്ത്രീകൾ. വല്ലാത്തൊരവസ്ഥ തന്നെ. അതെ, ഈ ചിന്തയിൽ നിന്നാണ് വെറും പ്രാർത്ഥന പോരാ, അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകണം എന്ന തീരുമാനത്തിലേക്ക് റോസ എത്തുന്നത്. ഈശോസഭാ വൈദികനായ ഇഗ്നാസിയോ മാർട്ടിനെല്ലി ഈ തീരുമാനത്തിന് ശക്തമായ പിന്തുണയും മാർഗനിർദ്ദേശവും നൽകുകയും ചെയ്തു. ആ തിരിച്ചറിവാണ് ഇറ്റലിയുടെ ചരിത്രം തന്നെ മാറ്റിയെഴുതിയത്. അങ്ങനെ 1685 ഓഗസ്റ്റ് 30-ന് ഇറ്റലിയിലെ പെൺകുട്ടികൾക്കായുള്ള ആദ്യത്തെ സൗജന്യ പബ്ലിക് സ്കൂൾ റോസ ആരംഭിക്കുന്നു. അതെ, അവളുടെ സുഹൃത്തുക്കളായ ജെറോളാമ കൊളുസല്ലി, പോഴ്ഷിയ ബാച്ചി എന്നിവരും അവൾക്കൊപ്പമുണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്കൂളിലെ പാഠ്യപദ്ധതിയാണ്. വെറുതെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല അവർ പഠിപ്പിച്ചത്. സദാചാരവും ആത്മീയതയും ഗാർഹിക കാര്യങ്ങളും ഒത്തുചേർന്ന വിദ്യാഭ്യാസമാണ് നൽകിയത്. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ അമ്പയ്യലും തീവയ്പുമെല്ലാം നടക്കുന്നത് ഈ സമയത്താണ്. അതെ അതെ. പ്രാദേശിക പുരോഹിതന്മാർ ഇതിനെ ശക്തമായി എതിർത്തു. മതപഠനം തങ്ങളുടെ മാത്രം അവകാശമാണെന്നവർ വാദിച്ചു. കൂടാതെ ഒരു സമ്പന്നയായ സ്ത്രീ ദരിദ്രരായ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉയർന്ന സമൂഹത്തിനും തീരെ ദഹിച്ചില്ല. ഈ അക്രമാസക്തമായ പ്രതികരണത്തെ എനിക്ക് ഇന്നത്തെ നമ്മുടെ കോർപ്പറേറ്റ് ലോകത്തെ ഒരു ടർഫ് വാർ, അതായത് അധികാര തർക്കത്തോട് ഉപമിക്കാനാണ് തോന്നുന്നത്. വളരെ ശരിയായൊരു നിരീക്ഷണമാണ്. വർഷങ്ങളായി ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുണ്ടാകും. പെട്ടെന്ന് പുറത്തുനിന്നൊരാൾ വന്ന് അവരെക്കാൾ നന്നായി ആ ജോലി ചെയ്യുമ്പോ പഴയ ആളുകൾക്കുണ്ടാകുന്ന ഒരു അരക്ഷിതാവസ്ഥ, തങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടുമോ എന്ന ഭയം. ആ ഭയമല്ലേ ഇതിനു പിന്നിൽ? 100% അതുതന്നെയാണ്. ഒരു അധികാര വ്യവസ്ഥിതിക്ക് പുറത്തുനിന്നുള്ളൊരാൾ വന്ന് സമാന്തരമായൊരു സംവിധാനം ഉണ്ടാക്കുമ്പോഴുള്ള സ്വാഭാവികമായ ഭയമായിരുന്നു അത്. അക്കാലത്ത് മതപഠനം പുരോഹിതന്മാരുടെ മാത്രം കുത്തകയായിരുന്നു. അറിവ് ആർക്കൊക്കെ നൽകണം, എന്തൊക്കെ നൽകണം എന്ന് തീരുമാനിച്ചിരുന്നത് അവരാണ്. ദരിദ്രരായ പെൺകുട്ടികൾക്ക് അക്ഷരാഭ്യാസം ലഭിച്ചാൽ, അവർ സ്വന്തമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ അത് സമൂഹത്തിന്റെ നിലവിലുള്ള അലിഖിത നിയമങ്ങളെ തകർക്കും. ആ ഭയത്തിൽ നിന്നാണ് അമ്പെയ്യാനും വീടിന് തീവയ്ക്കാനുമുള്ള അക്രമങ്ങളുണ്ടായത്. ഇതുകൊണ്ടൊക്കെ റോസയെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാമെന്നവർ കരുതി കാണും. തീർച്ചയായും. അതെ, അവിടെയാണ് റോസ വെനറീനി എന്ന സ്ത്രീയുടെ യഥാർത്ഥ കരുത്ത് ലോകം കണ്ടത്. ഇത്രത്തോളം ഭീഷണികളും അക്രമങ്ങളും ഉണ്ടായിട്ടും അവർ ഒരു ചുവടുപോലും പുറകോട്ട് വെച്ചില്ല. അതെ, എതിർപ്പുകളെ അതിജീവിച്ചുള്ള ഈ സ്കൂളിന്റെ വിജയം കണ്ട് 1692-ൽ കർദിനാൾ മാർക്കന്റോണിയോ ബാർബറിഗോ റോസയെ മോണ്ടെഫിയാസ്കോണിലേക്ക് ക്ഷണിച്ചു. അവിടെ അവർ 1 അല്ല 10 സ്കൂളുകളാണ് തുറന്നത്. വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു അത്. അവിടെ വെച്ചാണ് പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ലൂസിയ ഫിലിപ്പീനിയെ അവർ പരിശീലിപ്പിക്കുന്നത്. ഓഹോ. പതുക്കെ ഈ വിദ്യാഭ്യാസ വിപ്ലവം റോമിലേക്കും കടന്നു.
റോമിൽ സ്കൂൾ തുടങ്ങാനുള്ള ആദ്യ ശ്രമം 1706 പരാജയപ്പെട്ടെങ്കിലും അവർ തളർന്നില്ല. പിന്നീട് 1713 അത് സാധിച്ചു. ഇതിലെ ഏറ്റവും അവിശ്വസനീയമായ സംഭവം നടക്കുന്നത് 1716 ഒക്ടോബർ 24-നാണ്. സാക്ഷാൽ ക്ലെമന്റ് 11 മാർപ്പാപ്പ 8 കർദിനാളന്മാർക്കൊപ്പം റോസയുടെ ഈ സ്കൂൾ സന്ദർശിക്കാൻ നേരിട്ടെത്തി. അതെ, ചരിത്രത്തിലെ തന്നെ ഒരു വലിയ മുഹൂർത്തം. അദ്ദേഹം ക്ലാസുകൾ നിരീക്ഷിക്കുകയും അവരോടിങ്ങനെ പറയുകയും ചെയ്തു: സിഗ്നോറ റോസ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ സ്കൂളുകളിലൂടെ നിങ്ങൾ റോമിനെ വിശുദ്ധീകരിക്കും. എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നാട്ടുകാരുടെ അമ്പേൽക്കേണ്ടി വന്ന ഒരു സാധാരണ സ്ത്രീ സാക്ഷാൽ മാർപ്പാപ്പയെ തന്റെ ക്ലാസ് മുറിയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിൽ നിന്നിത്ര വലിയ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തതെങ്ങനെയാണ്? ആ ഒരു മാറ്റം ശരിക്കും അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. ഒരു മാർപ്പാപ്പ നേരിട്ട് വന്ന് ഒരു സാധാരണ സ്ത്രീയുടെ പ്രവർത്തനങ്ങളെ ഇത്രത്തോളം പുകഴ്ത്തുക എന്നത് സഭയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായ കാര്യമാണ്. അതെ. എവിടെയെല്ലാം റോസയുടെ സ്കൂളുകൾ തുറന്നുവോ അവിടെയെല്ലാം കുടുംബങ്ങളുടെ ധാർമ്മികവും സാംസ്കാരികവുമായ നിലവാരം വളരെ വേഗത്തിൽ ഉയർന്നു. ഒരു ഭരണകൂടത്തിനോ സഭയ്ക്കോ തങ്ങളുടെ പരമ്പരാഗത രീതികളിലൂടെ ചെയ്യാൻ കഴിയാതിരുന്നൊരു കാര്യമാണ് റോസ വളരെ പ്രായോഗികമായി ചെയ്തു കാണിച്ചത്. സ്വന്തം കണ്ണുകൊണ്ട് ഈ നോക്കന്മാർ കണ്ടതിലാണ് മാർപ്പാപ്പയ്ക്ക് അങ്ങനൊരു തുറന്നു പറച്ചിൽ നടത്തേണ്ടി വന്നത്, അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. ഈ അംഗീകാരത്തോടെ റോസയുടെ പ്രസ്ഥാനം കൂടുതൽ വേഗത്തിൽ വളർന്നു. 1728 മെയ് 7-ന് റോമിൽ വെച്ച് മരിക്കുമ്പോൾ അവർ 40-ലധികം സ്കൂളുകൾ സ്ഥാപിച്ചിരുന്നു. അതെ, മെയ്സ്ട്രേ പി വെനിതീനി എന്ന അവരുടെ ഈ പ്രസ്ഥാനം പിന്നീട് ലോകമെമ്പാടും വളർന്നു. രേഖകൾ പ്രകാരം 1909 അമേരിക്കയിലും പിന്നീട് സ്വിറ്റ്സർലൻഡിലും ഇന്ത്യയിലുമൊക്കെ ഇവർ സജീവമായി. അവരുടെ മരണത്തിന് വളരെ കാലങ്ങൾക്കുശേഷം നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഈ ചരിത്രരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. 1920 ഇറ്റലിയിലെ മറിനോയിൽ നടന്ന അത്ഭുതമാണിതിൽ പ്രധാനം. സിസ്റ്റർ ലെവീനിയ വിർച്ചിയാനിക്ക് വന്ന ഗുരുതരമായ ഗ്ലോക്കോമ, അതായത് കണ്ണിലെ അസുഖം, റോസയുടെ ഒരു തിരുശേഷിപ്പ് കണ്ണിനു മുകളിൽ വെച്ചപ്പോൾ ശാസ്ത്രത്തെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും ഭേദമായി. വാവ്! അതെ. പിന്നീട് 1952 പയസ് 12 മാർപ്പാപ്പ റോസയെ വാഴ്ത്തപ്പെട്ടവളായും 2006 ഒക്ടോബർ 15-ന് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. എന്നാൽ ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട് കേട്ടോ. എന്താണ്? 2006 മാത്രമാണ് ഇവരെ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മരിച്ച ഒരാളെ വിശുദ്ധയാക്കാൻ ഏകദേശം 300 വർഷമെടുത്തത് എന്തുകൊണ്ടാണ്? ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരാളായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കാലതാമസം? അതൊരു നല്ല ചോദ്യമാണ്. കത്തോലിക്ക സഭയുടെ വിശുദ്ധ പദവി പ്രഖ്യാപന പ്രക്രിയ ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായ അന്വേഷണങ്ങൾ നടക്കുന്ന ഒന്നാണ്. പെട്ടെന്നുണ്ടാകുന്ന വൈകാരികതയുടെ പുറത്ത് ഒരാളെ സഭ വിശുദ്ധരായി പ്രഖ്യാപിക്കില്ല. ഒന്നാമതായി, നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ആ അത്ഭുതം വൈദ്യശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്തതാണെന്ന് അന്നത്തെ ഡോക്ടർമാരുടെ പാനൽ സാക്ഷ്യപ്പെടുത്തണം. ഓഹോ, അത്രത്തോളം അന്വേഷണങ്ങൾ നടക്കുമല്ലേ? അപ്പോൾ അവർക്ക് വലിയ സ്വാധീനമുണ്ടാകാം. എന്നാൽ അവർ മരിച്ച് 300 വർഷങ്ങൾക്ക് ശേഷവും അവർ സ്ഥാപിച്ച പ്രസ്ഥാനം സമൂഹത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സഭ വലിയൊരു കാര്യമായി കാണുന്നു. അതായത് 3 നൂറ്റാണ്ടുകൾ നീണ്ട ഒരു വലിയ പരീക്ഷണത്തിൽ അവർ വിജയിച്ചു എന്നതാണ് ആ കാലതാമസം സൂചിപ്പിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ തന്നെ. അപ്പോൾ നാം ഈ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ വിശുദ്ധ റോസ തെളിയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം എന്നത് വെറുമൊരു അറിവ് നേടൽ മാത്രമല്ല, അത് മനുഷ്യനെ വിമോചിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണെന്നാണ്. അതായത് രക്ഷിക്കാനായി പഠിപ്പിക്കുക എന്നത്. തീർച്ചയായും. പണവും സ്വാധീനവുമുള്ള ഒരു ചുറ്റുപാടിൽ ജനിച്ചിട്ടും സ്വന്തം ജീവിതത്തിൽ നേരിട്ട വലിയ നഷ്ടങ്ങളെ അവർ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഊർജ്ജമാക്കി മാറ്റി. അതെ. ഈ രേഖകളിലൂടെയുള്ള നമ്മുടെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഇത് കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്രോതസ്സുകൾ പ്രകാരം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയതിലൂടെ സ്വന്തം വീട്ടുചെലവുകൾ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും സ്വന്തം കുട്ടികളെ പഠിപ്പിക്കാനും റോസ അവരെ പ്രാപ്തരാക്കി. സാമ്പത്തിക ദാരിദ്ര്യത്തിന്റെ പരമ്പരയെ അത് ശരിക്കും തകർത്തു. അതെ, അതൊരു വലിയ നേട്ടമായിരുന്നു. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഇന്നത്തെ പല വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ധാർമ്മികതയെയും പ്രായോഗിക ജീവിത നൈപുണ്യങ്ങളെയും ഇപ്പോഴും വെവ്വേറെയാണ് കാണുന്നത്. എന്നാൽ വിശുദ്ധ റോസ വെനരീനിയുടെ 300 വർഷം പഴക്കമുള്ള ഈ സമഗ്രമായ വിദ്യാഭ്യാസ മാതൃകയിൽ നിന്ന്
ആധുനിക സമൂഹത്തിന് ഇന്നെന്താണ് പഠിക്കാൻ കഴിയുക? ഇതുകുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.